സർവേഷാം സുസ്വാഗതം. പ്രിയ ഛാത്രാः, ദേവിശ്രീ ഇതി പാഠഭാഗമധികൃത്യ സർവേ പഠിതവന്തः ഇതി അഹം മന്ये. ഇദാनीं മാഗന്ധമഞ്ജരി ഇതി പാഠഭാഗേ പ്രവിശാമः. വൈലോപ്പള്ളി ശ്രീധരമേനോൻ മഹാശയസ്യ മാമ്പഴമിതി കവിത ശ്രീമതാ ഹരിപ്രസാദ് കടമ്പൂർ മഹാശയേന അനൂദിതാः. തസ്യാഹ കവിതായാഹ കാശ്ചന പങ്ക്തയഃ അത്ര സ്വീകൃതാഃ. അനേകാനാം കാവ്യരത്നാനാം ആകരമേവ സംസ്കൃതഭാഷ. ബഹൂനി പ്രസിദ്ധാനി സംസ്കൃതകാവ്യാനി ഭാഷാന്തരീകൃതാനി ഭവന്തി. തഥാ ബഹൂനി അന്യഭാഷാകാവ്യാനി സംസ്കൃതേ ച അനൂദിതാനി ഉപലഭ്യന്തെ. കൈരള്യാം അനേകേ കവിതാഗ്രന്ഥാः സന്തി. വിശിഷ്ടാൻ ഗ്രന്ഥാൻ സംസ്കൃതേ അപി അനൂദിതാः ദൃശ്യന്തെ. ഇദാनीं പാഠഭാഗേ പ്രവിശാമः. പാഠസ്യ നാമ മാഗന്ധമഞ്ജരി. മാഗന്ധഃ ഇത്യസ്യ അർത്ഥഃ കഃ? എന്താണ് മാഗന്ധം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? തേന്മാവെന്നാണ്. ചൂതഃ എന്ന് നമുക്ക് സംസ്കൃതത്തിൽ അർത്ഥം പറയാം. എന്നാൽ മാഗന്ധി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നെല്ലിമരം എന്നാണ്. അപ്പോൾ അർത്ഥവ്യത്യാസം മനസ്സിലാക്കുക. ഇനി മഞ്ജരി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പൂങ്കുല. സ്തബകഃ എന്ന് നമുക്ക് അർത്ഥം പറയാം സംസ്കൃതത്തിൽ. അപ്പോൾ അങ്ങനെയാണ് മാഗന്ധമഞ്ജരി, ചൂതസ്തബകഃ. അതായത് മാങ്കുല അല്ലെങ്കിൽ മാമ്പൂങ്കുല എന്നൊക്കെ നമുക്കതിന് അർത്ഥം പറയുവാൻ സാധിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ആദ്യം കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ 1936 എഴുതിയ മാമ്പഴം എന്ന പ്രസിദ്ധമായ കവിതയുടെ സംസ്കൃത വിവർത്തനമാണ് മാഗന്ധമഞ്ജരി എന്ന ഈ പാഠഭാഗത്തിൽ നമുക്ക് പഠിക്കുവാനുള്ളത്. എന്താണ് ഇതിൻ്റെ ഇതിവൃത്തം? ഒരമ്മ മാമ്പഴക്കാലമാകുമ്പോൾ മരിച്ചുപോയ തൻ്റെ മകനെക്കുറിച്ച് ഓർക്കുന്നതാണ് ഇതിലെ പ്രതിപാദ്യ വിഷയം. കേകാവൃത്തത്തിൽ 24 ഈരടികളടങ്ങുന്ന ഈ കവിത ആദ്യം പ്രസിദ്ധീകരിച്ചത് 1936 മാതൃഭൂമി ഓണപ്പതിപ്പിലാണ്. പിന്നീട് 1947 ഇറങ്ങിയ കന്നിക്കൊയ്ത്ത് എന്ന കവിതാ സമാഹാരത്തിൽ ഈ കവിതയെ ഉൾപ്പെടുത്തുകയുണ്ടായി. വീട്ടുമുറ്റത്തെ തൈമാവിൽ നിന്ന് ആദ്യത്തെ മാമ്പഴം വീഴുന്നത് കാണുന്ന അമ്മ 4 മാസം മുമ്പ് ആ മാവ് പൂത്തു തുടങ്ങിയപ്പോൾ തൻ്റെ മകൻ ഒരു പൂങ്കുല പൊട്ടിച്ചെടുത്തതും താൻ ശകാരിച്ചതും ഓർത്തുപോകുന്നതാണ് സന്ദർഭം. ഇതാണ് ഈ കവിതയുടെ സന്ദർഭമെന്ന് പറയുന്നത്. ഇനി നമുക്ക് പാഠഭാഗത്തിലെ ആമുഖത്തിലേക്ക് കടക്കാം. സംസ്കൃത സാഹിത്യം വിവിധൈഃ കാവ്യവിഭാഗൈഃ സമ്പന്നം ഭവതി. തഥാ ഭാഷാന്തരേഭ്യഃ അനൂദിതാഭിഃ കൃതിഭിഃ അപി സംസ്കൃതഭാഷാ സുസമ്പന്ന. അനേന അനുവാദേന ഭാഷയോരുഭയോः ശൈലീഭേദः അവഗന്തും ശക്യത്തെ സഹൃദയൈः. കാളിദാസാദീനാം മഹാകവീനാം കൃതയഃ വർഷേഭ്യः പൂർവമേവ കേരളകാളിദാസാദിഭിः കൈരള്യ അനൂദിതാः. തഥൈവ കുമാരനാശാൻ ഉള്ളൂർ പ്രഭൃതീനാം മഹാകവീനാം അന്യേഷാം ച രചനാഃ ഗൗർവാണ്യാ ച അനൂദിതാഃ. ഇദാനീമപി വൃത്താനുവൃത്തം പദാനുപദം ആശയാനുസാരം ച സംസ്കൃതഭാഷായാः ഇതരഭാഷാസു തഥാ ഇതരാഭ്യഃ സംസ്കൃതഭാഷായാം ച ഭാഷാന്തരീകരണം പ്രചലദസ്തി. ശ്രീമതഃ വൈലോപ്പിള്ളി ശ്രീധരമേനോൻ മഹാഭാഗസ്യ മാമ്പഴം നാമിക കവിത കൈരള്യാം പ്രതിധാസ്തി. മാതൃവാത്സല്യസ്യ അനുത്തമോദാഹരണത്വേന പ്രതിധായാः കേകാനാമ ഭാഷാവൃത്തനിബദ്ധായാः അസ്യാः കവിതായാः
സ്വതന്ത്രാശയാനുവാദമേവ മാഗന്ധമഞ്ജരി. ശ്രീമത ഹരിപ്രസാദ് കടമ്പൂർ മഹാഭാഗേന അനൂദിതായാः കവിതായാः കാശ്ചന പങ്ക്തയः അത്ര സമാകലിതാः. നോക്കുക, എന്താണിവിടെ പറയുന്നത്? സംസ്കൃതസാഹിത്യം വിവിധൈः കാവ്യവിഭാഗൈः സമ്പന്നം ഭവതി. സംസ്കൃത സാഹിത്യമെന്ന് പറയുന്നത് വിവിധ കാവ്യവിഭാഗങ്ങളെ കൊണ്ട് സമ്പന്നമാണ്, സമ്പുഷ്ടമാണ്. തഥാ അപ്രകാരം തന്നെ ഭാഷാന്തരേഭ്യ അനൂദിതാഭിः കൃതിഭിः, മറ്റു ഭാഷകളിൽ നിന്നും വിവർത്തനം ചെയ്ത കൃതികളെ കൊണ്ടും സംസ്കൃത ഭാഷ സുസമ്പന്ന, സംസ്കൃത ഭാഷ സമ്പന്നമാണ്. മറ്റു ഭാഷകളിൽ നിന്നും വിവർത്തനം ചെയ്ത കൃതികളെ കൊണ്ടും സംസ്കൃത ഭാഷ സമ്പുഷ്ടമാണ്. അനേന അനുവാദേന, ഇത്തരത്തിലുള്ള വിവർത്തനത്തിലൂടെ ഭാഷയോരുഭയോഹോ ശൈലീഭേദ അവഗന്തും ശക്യതേ സഹൃദൈഹി. ഭാഷയോരുഭയോഹോ, എങ്ങനെയാണ് പദച്ഛേദം? ഭാഷയോഹോ ഉഭയോഹോ, ഉഭയോഹോ ഭാഷയോഹോ എന്നാണ്. രണ്ട് ഭാഷകളും തമ്മിലുള്ള ശൈലീഭേദ, ശൈലിയിലുള്ള വ്യത്യാസം അവഗന്തും ശക്യതേ സഹൃദൈഹി, സഹൃദയർക്ക് അത് പെട്ടെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ഭാഷാസ്നേഹികളായിട്ടുള്ളവർക്ക് അത് പെട്ടെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. കാളിദാസാദീനാം മഹാകവീനാം കൃതയഃ, കാളിദാസൻ മുതലായ മഹാകവികളുടെ കൃതികൾ വർഷേഭ്യഃ പൂർവമേവ, വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കേരള കാളിദാസാദിഭിः കൈരള്യ അനൂദിതാഃ, കേരള കാളിദാസൻ മുതലായവരാൽ മലയാള ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കേരള കാളിദാസഃ കഃ? കേരള കാളിദാസഃ കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ, അദ്ദേഹമാണ് കേരള കാളിദാസനെന്ന് അറിയപ്പെടുന്നത്. തഥൈവ, തഥാ ഏവ എന്ന് പദച്ഛേദം. അപ്രകാരം തന്നെ കുമാരനാശാൻ ഉള്ളൂർ പ്രഭൃതീനാം മഹാകവീനാം, കുമാരനാശാൻ ഉള്ളൂർ മുതലായ മഹാകവികളുടെയും അന്യേഷാം ച രചനാഹ, മറ്റുള്ളവരുടെയും രചനകൾ ഗൗർവാണ്യ ച അനൂദിതാഹ. ഗൗർവാണി എന്താണ്? സംസ്കൃത ഭാഷ. സംസ്കൃത ഭാഷയിലേക്കും വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതാനീമപി, ഇപ്പോഴും വൃത്താനുവൃത്തം, വൃത്തത്തിനനുസരിച്ചും പദാനുപദം, പദങ്ങൾക്കനുസരിച്ചും ആശയാനുസാരം, ആശയങ്ങൾക്കനുസരിച്ചും ച സംസ്കൃതഭാഷായാः ഇതരഭാഷാസു, സംസ്കൃത ഭാഷയിൽ നിന്നും മറ്റു ഭാഷകളിലേക്കും തഥാ ഇതരാഭ്യഃ സംസ്കൃതഭാഷായാം ച, മറ്റു ഭാഷകളിൽ നിന്നും സംസ്കൃത ഭാഷയിലേക്കും ഭാഷാന്തരീകരണം പ്രചലദസ്തി, വിവർത്തനം പ്രചലദസ്തി, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. പ്രചലദസ്തി എങ്ങനെയാണ് പദച്ഛേദം? പ്രചലത് അസ്തി. ശ്രീമതഃ വൈലോപ്പിള്ളി ശ്രീധരമേനോൻ മഹാഭാഗസ്യ മാമ്പഴം നാമിക കവിത കൈരള്യാം പ്രതിത അസ്തി. എന്താണ്? വൈലോപ്പിള്ളി ശ്രീധരമേനോൻ മഹാശയൻ്റെ മാമ്പഴം എന്ന് പറയുന്ന ഈ കവിത കൈരള്യാം പ്രതിത അസ്തി, മലയാളത്തിൽ വളരെയേറെ പ്രസിദ്ധമാണ്. പ്രതിത അസ്തി പദച്ഛേദം എങ്ങനെയാണ്? പ്രതിത പ്ലസ് അസ്തി. മാതൃവാത്സല്യസ്യ അനുത്തമോദാഹരണത്വേന പ്രതിതായാഹ, മാതൃവാത്സല്യത്തിൻ്റെ അനുത്തമോദാഹരണത്വേന, മകുടോദാഹരണത്വേന, ഏറ്റവും ഉത്തമമായ ഉദാഹരണത്തിലൂടെ പ്രതിതായാഹ, പ്രസിദ്ധമായിരിക്കുന്ന കേകാനാമവൃത്ത നിബദ്ധായാഹ, കേകാവൃത്തത്തിൽ രചിക്കപ്പെട്ടിട്ടുള്ള അസ്യാഹ കവിതായാഹ, ഈ കവിതയുടെ സ്വതന്ത്ര ആശയ അനുവാദമേവ മാഗന്ധമഞ്ജരി, സ്വതന്ത്രമായ ഒരാശയ ആവിഷ്കാരമാണ് മാഗന്ധമഞ്ജരി എന്ന് പറയുന്ന ഈ പാഠഭാഗം. ശ്രീമത ഹരിപ്രസാദ് കടമ്പൂർ മഹാഭാഗേന അനൂദിതായാഹ, എന്താണ്? ഹരിപ്രസാദ് കടമ്പൂർ എന്ന് പറയുന്ന മഹാശയനാൽ അനൂദിതായാഹ വിവർത്തനം ചെയ്യപ്പെട്ടിരിക്കുന്ന കവിതായാഹ, കവിതയിലെ കശ്ചന പങ്ക്തയഃ, ചില വരികളാണ് അത്ര സമാകലിതാഹ, ഈ പാഠഭാഗത്തിൽ നമുക്കിവിടെ സംയോജിപ്പിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് മാമ്പഴം എന്ന മലയാള കവിതയുടെ മനോഹരമായ വരികൾ ഒന്ന് ആസ്വദിക്കാം. അങ്കണത്തൈ മാവിൽ നിന്നാദ്യത്തെ പഴം വീഴെ
അമ്മതൻ നേത്രത്തിൽ നിന്നുതിർന്നു ചുടുകണ്ണീർ. 4 മാസത്തിൻ മുൻപിലേറെ നാൾ കൊതിച്ചിട്ട് ഈ ബാലമാകന്തം പൂവിട്ടുണ്ണികൾ വിരിയവേ. അമ്മതൻ മണിക്കുട്ടൻ പൂത്തിരി കത്തിച്ചപ്പോൾ അമ്മലർ ചെണ്ടൊന്നൊടിച്ചാഹ്ലാദിച്ചടുത്തെത്തി. ചുടിച്ചു മാതാവപ്പോൾ ഉണ്ണികൾ വിരിഞ്ഞ പൂവൊടിച്ചു കളഞ്ഞല്ലോ കുസൃതി കുറുന്നേനി. മാങ്കനി വീഴും നേരമോടിച്ചെന്നെടുക്കേണ്ടോൻ പൂങ്കുല തല്ലുന്നതു തല്ലുകൊള്ളാഞ്ഞിട്ടല്ലേ. പൈതലിൻ ഭാവം മാറി വദനാംബുജം വാടി. കൈതവം കാണാ കണ്ണ് കണ്ണുനീർ തടാകമായി. മാമ്പഴം പെറുക്കുവാൻ ഞാൻ വരുന്നില്ലെന്നവൻ മാൻപെഴും മലർക്കുലയെറിഞ്ഞു വെറും മണ്ണിൽ. വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ, ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ. തുങ്കമാമീനച്ചൂടാൽ തൈമാവിൻ മരതകിങ്ങിണി സൗഗന്ധിക സ്വർണമായി തീരും മുൻപേ. മാങ്കനി വീഴാൻ കാത്തു നിൽക്കാതെ മാതാവിൻ്റെ പൂങ്കുയിൽ കൂടും വിട്ട് പരലോകത്തെ പൂകി. വാനവർക്കാരോമലായി പാരിനെ കുറിച്ചു ദാസീനനായി ക്രീഡാരസലീനനായവൻ വാഴെ. അങ്കണത്തൈമാവിൽ നിന്നാദ്യത്തെ പഴം വീഴെ. അമ്മതൻ നേത്രത്തിൽ നിന്നുതിർന്നു ചുടുകണ്ണീർ. മാമ്പഴമെന്ന ഈ കവിത നിങ്ങൾ നല്ലതുപോലെ ആസ്വദിച്ച് കാണുമല്ലോ. നിങ്ങളിൽ പലർക്കും ഇതിൻ്റെ വരികൾ ഒരുപക്ഷെ നേരത്തെ തന്നെ അറിയാവുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളിത് നല്ലതുപോലെ ആവർത്തിച്ച് കേൾക്കുക. അതിനുശേഷം നിങ്ങൾ ഇത് ചൊല്ലി നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കുക. കാരണം ഈ മലയാള കവിത പഠിച്ചു കഴിഞ്ഞാൽ തന്നെ പിന്നീട് നമുക്കിതിൻ്റെ സംസ്കൃത പരിഭാഷ പഠിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല. അപ്പോൾ ഇന്നത്തെ പ്രവർത്തനം നിങ്ങൾ ഈ കവിത നല്ലതുപോലെ ചൊല്ലി നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കുക. മാമ്പഴമെന്ന മലയാള കവിതയുടെ സംസ്കൃത പരിഭാഷയിൽ നിന്നും എടുത്തിട്ടുള്ള ഏതാനും വരികളാണ് മാഗന്ധമഞ്ജരി എന്ന പാഠഭാഗത്തിൽ നമുക്ക് പഠിക്കുവാനുള്ളത്. ഈ പാഠഭാഗത്തിലെ വരികളുടെ ആലാപനം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അങ്കണസ്ഥിതാദാമ്രാത് പ്രഥമേ ഫലേച്യുതേ മാതുരക്ഷിഭ്യാം ക്ഷണാദ് അപതത്തപ്തോദകം പൂർവം ചതുർമാസേഭ്യോ ലിപ്സയാ പ്രതീക്ഷിതേ ബാലമാകന്ദേ സുമപ്രസവേ പ്രവർത്തിതേ വത്സലാത്മജോ മാതുഃ കുതുകാദേകം ചൂതസ്തബകം ധൃത്വാഹ്ലാദാദന്തികം സംപ്രാപ്തവാൻ. പാഠഭാഗത്തിലെ വരികളുടെ ആലാപനം കേട്ടുവല്ലോ. നിങ്ങളത് പലയാവർത്തി വായിച്ച് മനസ്സിലാക്കുക. ഇനി നമുക്ക് ആദ്യത്തെ
വരികളിലേക്ക് പോകാം. ആദ്യം ഞാനൊന്ന് വായിക്കാം. അങ്കണസ്ഥിതാദാമ്രാത് പ്രഥമേ ഫലേ ച്യുതേ മാതുരക്ഷിപ്യാം ക്ഷണാത് അബദത് തപ്തോദകം. പദങ്ങളൊന്ന് നോക്കുക. അങ്കണസ്ഥിതാത് ആമ്രാത് പദച്ചത് എങ്ങനെയാണ്? അങ്കണസ്ഥിതാത് പ്ലസ് ആമ്രാത് പ്രഥമേ ഫലേ ച്യുതേ മാതുരക്ഷിപ്യാം മാതുഹു അക്ഷിപ്യാം ക്ഷണാത് അബദത് തപ്തോദകം. ക്ഷണാത് പ്ലസ് അബദത് പ്ലസ് തപ്തോദകം. ഇനി അതിൻ്റെ അന്യം നോക്കാം. അങ്കണസ്ഥിതാത് ആമ്രാത് പ്രഥമേ ഫലേ ച്യുതേ മാതുഹു അക്ഷിപ്യാം ക്ഷണാത് തപ്തോദകം അബദത്. അങ്കണസ്ഥിതാത് ആമ്രാത് ചത്വരസ്ഥിതാത് ആമ്രവൃക്ഷാത്. അങ്കണം മുറ്റം, മുറ്റത്തെ തേന്മാവിൽ നിന്നും പ്രഥമേ ഫലേ ച്യുതേ ആദ്യ ഫലേ പതതി സതി ആദ്യത്തെ ഫലം വീഴുകെ മാതുഹു അക്ഷിപ്യാം അംബായാഹ നേത്രാഭ്യാം അമ്മയുടെ കണ്ണുകളിൽ നിന്നും ക്ഷണാത് ചടുത്തിയവ ശീക്രമേവ പെട്ടെന്ന് തന്നെ തപ്തോദകം അബദത്. ഉദകം അശ്രുഹു കണ്ണുനീര്. അപ്പോൾ തപ്ത അശ്രുഹു ചുടു കണ്ണുനീർ അബദത് പതതി സ്മ പതിച്ചു. ആശയം നോക്കുക. ഗൃഹാങ്കണസ്ഥാത് ആമ്രവൃക്ഷാത് മുറ്റത്തെ തൈമാവിൽ നിന്നും യഥാ പ്രഥമതയാ പക്വഫലം അബദത് എപ്പോഴാണോ പാകമായ ഫലം പതിച്ചത് തസ്മിന്നേവ കാലേ ആ അവസരത്തിൽ തന്നെ മാതുഹു നയനാഭ്യാം അമ്മയുടെ കണ്ണുകളിൽ നിന്നും തപ്താശ്രൂണി അബദത് ചുടുകണ്ണുനീർ പതിച്ചു. അപ്പോൾ അതിൻ്റെ കാരണം എന്താണ്? അതിലേക്കാണ് കവി നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. അപ്പോൾ ഒരമ്മയുടെ ദുഃഖപൂർണമായ ഒരു ഭൂതകാലത്തെ നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ് കവി ഇവിടെ. അപ്പോൾ ആ കവിതയിലുടനീളം നമ്മൾ ആ അമ്മയോടൊപ്പം ആ ദുഃഖത്തിൽ പങ്കുചേർന്ന് അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് ഈ കവിതയുടെ ഒരു പ്രത്യേകത. അടുത്ത 2 പദ്യങ്ങൾ ഒരുമിച്ച് അന്വയിക്കേണ്ടതാണ്. അതുകൊണ്ട് ഞാനൊന്ന് വായിക്കാം. പൂർവം ചതുർമാസേഭ്യോ ലിപ്സയാ പ്രതീക്ഷിതേ ബാലമാകന്തേ സുമപ്രസവേ പ്രവർത്തിതേ വത്സലാത്മജോ മാതുഹു കുതുകാദേകം ചൂതസ്തപകം ധൃത്വാ ആഹ്ലാദാദന്തികം സംപ്രാപ്തവാൻ. പദങ്ങളൊന്ന് നോക്കുക. പൂർവം ചതുർമാസേഭ്യ ലിപ്സയാ പ്രതീക്ഷിതേ ബാലമാകന്തേ സുമപ്രസവേ പ്രവർത്തിതേ വത്സലാത്മജ മാതുഹു കുതുകാത് ഏകം ചൂതസ്തപകം ധൃത്വാ ആഹ്ലാദാത് അന്തികം സംപ്രാപ്തവാൻ. ഇത്രയാണ് പദങ്ങൾ. ഇവിടെ ധൃത്വാ ആഹ്ലാദാത് അന്തികം. എങ്ങനെയാണ് പദച്ഛേദം? ധൃത്വാ പ്ലസ് ആഹ്ലാദാത് പ്ലസ് അന്തികം. കുതുകാദേകം പദച്ഛേദം കുതുകാത് പ്ലസ് ഏകം. ഇനി നമുക്ക് അതിൻ്റെ അന്വയത്തിലേക്കൊന്ന് പോകാം. ചതുർമാസേഭ്യ പൂർവം ലിപ്സയാ പ്രതീക്ഷിതേ ബാലമാകന്തേ സുമപ്രസവേ പ്രവർത്തിതേ മാതുഹു വത്സലാത്മജ കുതുകാത് ഏകം ചൂതസ്തപകം ധൃത്വാ ആഹ്ലാദാത് അന്തികം സംപ്രാപ്തവാൻ. ഇത്രയാണ് അന്വയം. ഇനി നമുക്ക് അതിൻ്റെ അർത്ഥത്തിലേക്ക് പോകാം. ചതുർമാസേഭ്യ പൂർവം ചതുർഭ്യ മാസേഭ്യ പ്രാക് 4 മാസങ്ങൾക്ക് മുന്നേ ലിപ്സയാ പ്രതീക്ഷിതേ ബാലമാകന്തേ ലബ്ധുമിച്ഛയാ ലിപ്സയാ ലഭിക്കുമെന്ന ആഗ്രഹത്തോടു കൂടിയിട്ട് അപ്പം വളരെ പ്രതീക്ഷയോടുകൂടി ആകാംക്ഷയോടുകൂടി ഇരുന്ന ബാലമാകന്തേ സുമപ്രസവേ പ്രവർത്തിതേ ആ തേന്മാവ് അതാദ്യമായി പൂത്തപ്പോൾ ഇവിടെ അസ്മാത് ആമ്രമഞ്ജരീം അവചിനോതും ശിശോരഭിസാധ്യം ഇതി ദ്യോതനായ ബാലഹ ഇത് വിശേഷണം. അവിടെ ബാലമാകന്തം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നാണ് പറയുന്ന കവി. ശിശോരഭി അതായത് ആമ്രമഞ്ജരിയും അവചിനോതും ഈ മാമ്പൂങ്കുല ഒടിക്കുന്നതിന് ശിശോരഭിസാധ്യം ശിശുക്കൾക്ക് പോലും സാധിക്കും എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നതിനാണ് ബാലമാകന്തം എന്ന് പറഞ്ഞാൽ തൈമാവ് എന്ന് നമ്മളെ മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ടാണ് ആ പദപ്രയോഗം എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
അപ്പോൾ അങ്ങനെ ആ മാവ് ആദ്യമായി പൂവിട്ടപ്പോൾ എന്താ സംഭവിച്ചത്? മാതുഹു വത്സലാത്മജഃ അംബായാഹ പ്രിയപുത്ര, അമ്മയുടെ വാത്സല്യനിധിയായ ആ പുത്രൻ, ആത്മജഃ പുത്രഃ എന്താ ചെയ്തത്? കൗതുകത്താൽ ഏകം ചൂതസ്തപകം ഏകാം ചൂതമഞ്ജരീം, ഒരു മാമ്പൂങ്കുല ധൃത്വ പ്രഭജ്യ ഒടിച്ചെടുത്തിട്ട്, ആഹ്ലാദാത് സന്തോഷാത് അത്യധികം സന്തോഷത്തോടു കൂടിയിട്ട്, അന്തികം സംപ്രാപ്തവാൻ അരികിലേക്ക് ഓടിയെത്തി, സമാഗതനായി. കസ്യാഹ അന്തികം, അതവിടെ അണ്ടർസ്റ്റുഡാണ്. അംബായാഹ സമീപം, അമ്മയുടെ അടുത്തേക്ക് ഓടിയെത്തി. ഇപ്പോൾ കുട്ടികൾ എന്ത് കാണിച്ചാലും മുമ്പേ ഓടിയെത്തുക അമ്മയുടെ അടുത്തേക്കാണ് അല്ലേ? അപ്പോൾ അമ്മയുടെ സന്തോഷവും അമ്മയുടെ ആശീർവാദവും സ്നേഹവും ഒക്കെയാണ് കുട്ടികളെപ്പോഴും ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഓടി അമ്മയുടെ അടുത്തെത്തിയത്. ഇനി നമുക്ക് പദ്യത്തിൻ്റെ ആശയമൊന്ന് നോക്കാം. ചതുർഭ്യഃ മാസേഭ്യഃ പൂർവം ആമ്രവൃക്ഷേ കുസുമോദ്ഭവോ അഭവത്. തദാനീം മാതുഃ പ്രിയപുത്രഃ ബാലോചിതേന കൗതുകേന തേഭ്യശ്ചൂതാങ്കുരേഭ്യഃ സ്തബകം ഏകം പ്രഭജ്യ തസ്യാഹ സമീപം സാമോദം ആഗതവാൻ. ചതുർഭ്യഃ മാസേഭ്യഃ പൂർവം 4 മാസങ്ങൾക്ക് മുൻപ് ആമ്രവൃക്ഷേ കുസുമോദ്ഭവോ അഭവത്. ആമ്രവൃക്ഷം തേന്മാവ് കുസുമോദ്ഭവഃ അഭവത്, പൂവിട്ടു. തദാനീം അപ്പോൾ മാതുഃ പ്രിയപുത്രഃ മാതാവിൻ്റെ വാത്സല്യനിധിയായ പുത്രൻ ബാലോചിതേന കൗതുകേന ബാലോചിതമായ കൗതുകത്താൽ തേഭ്യശ്ചൂതാങ്കുരേഭ്യഃ ആ പൂങ്കുലയിൽ നിന്നും സ്തബകം ഏകം ഒരു പൂങ്കുല പ്രഭജ്യ ഒടിച്ചെടുത്തിട്ട് തസ്യാഹ സമീപം സാമോദം ആഗതവാൻ അംബായാഹ സമീപം അമ്മയുടെ സമീപത്തേക്ക് സാമോദം വളരെ സന്തോഷത്തോടുകൂടി ആഗതവാൻ സമാഗതനായി. ഇതാണ് ഈ പദ്യത്തിൻ്റെ ആശയം. ഇത്രയും വരികളോടുകൂടി നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ധന്യവാദം.